RSS കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാറിന് ഗുരുതര വീഴ്ചയെന്നാണ് DGPയുടെ അന്വേഷണ റിപ്പോർട്ട്. കൂടിക്കാഴ്ച വ്യക്തിപരമെന്ന വാദം DGP തള്ളി. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ DGP ധരിപ്പിക്കുമെന്നാണ് സൂചന. ADGPക്കെതിരായ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും. MR അജിത് കുമാറിനെതിരെ നടപടിയുണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ ശബരിമലയിലെ അവലോകന യോഗത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP നിർബന്ധമായും പങ്കെടുക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ ഇന്നലെ അജിത് കുമാറിനെ പങ്കെടുപ്പിച്ചില്ല. അതൊരു സൂചനയായി കണക്കാക്കാമെങ്കിൽ ഇന്നിപ്പോൾ ഹോം സെക്രട്ടറിയുടെ കയ്യിൽ കിട്ടുന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയാൽ ഉടൻ തന്നെ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനമുണ്ടാകുമോ? എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശ്രീജിത്ത്? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ADGP MR അജിത് കുമാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് സർക്കാരിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ മുതൽ നിയമസഭാ സമ്മേളനം ഗൗരവമുള്ള വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. വെള്ളിയാഴ്ച സഭ ചേർന്നെങ്കിലും അന്ന് ചരമോപചാരം അർപ്പിക്കൽ മാത്രമായിരുന്നു അജണ്ട. നാളെ മുതൽ ചോദ്യോത്തരവേളയും 0 ഓവറിൽ അടിയന്തര പ്രമേയ നോട്ടീസും പിന്നീട് ബില്ലുകളിന്മേലുള്ള ചർച്ച നടക്കുന്ന സമയത്ത് രാഷ്ട്രീയ വിഷയങ്ങളും ഒക്കെ കടന്നു വരും. അതുകൊണ്ട് തന്നെ ഇനി ADGP വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോയാൽ സഭാതലത്തിലത് വലിയ തരത്തിൽ പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടാക്കുമെന്ന് അറിയാതെ ഭരണമുന്നണിയെ പ്രതിരോധത്തിലാക്കുമെന്നും CPM നേതൃത്വത്തിനും ഇടതുമുന്നണി നേതൃത്വത്തിനും അറിയാം. അതുകൊണ്ട് തന്നെ ഇന്നൊരു തീരുമാനം പ്രതീക്ഷിക്കുകയാണ്. ആഭ്യന്തര സെക്രട്ടറിയുടെ ഓഫീസിൽ ഇന്നലെ ലഭിച്ച ഈ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം വിശ്വാസ് സിൻഹ ഹോം സെക്രട്ടറി കൈമാറും. അതോടൊപ്പം തന്നെ തൻ്റെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു വിലയിരുത്തലും വിശ്വാസ് സിൻഹ മുഖ്യമന്ത്രി അറിയിക്കും. അതുകൊണ്ട് തന്നെ ഇന്നൊരു തീരുമാനം പ്രതീക്ഷിക്കുന്നു. അജിത് കുമാറിനെതിരെ ഏതു തരത്തിലുള്ള നടപടിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ തന്നെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വീഴ്ചയുണ്ട് എന്നൊരു റിപ്പോർട്ട് സർക്കാരിന് മുന്നിലുണ്ട്. ഇതോടൊപ്പം തന്നെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വ്യക്തിപരമെന്ന അദ്ദേഹത്തിൻ്റെ വാദം സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല. വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണ് എങ്കിൽ എന്തുകൊണ്ട് ഔദ്യോഗിക വാഹനം ഒഴിവാക്കി തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും കൃത്യമായ വിശദീകരണം അജിത് കുമാറിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, മാമി തിരോധാന കേസും അതോടൊപ്പം തന്നെ റിദാൻ കേസും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സവിശേഷമായ താല്പര്യത്തോടും മറ്റും അജിത് കുമാർ ഇടപെട്ടു എന്ന തരത്തിലുള്ള ചില വിലയിരുത്തലുകളും കണ്ടെത്തലുകളും ഒക്കെ ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെ കേവലം ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുകയാണോ അതോ അതിനപ്പുറത്തേക്കുള്ള സസ്പെൻഷൻ പോലുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്ന ആകാംക്ഷയാണ് ഉയരുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റുമെന്ന് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന സ്ഥിതിയാണുള്ളത്. ആ തീരുമാനമാണ് ഇന്ന് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരു പ്രശ്നമുള്ളത്, ഇന്ന് വൈകുന്നേരം PV അൻവറിന്റെ മഞ്ചേരി സമ്മേളനമാണ്. ഏതെങ്കിലും തരത്തിൽ PV അൻവറിന്റെ സമ്മേളനത്തിന് മുമ്പ് ADGP അജിത് കുമാറിനെ മാറ്റിയാൽ അത് PV അൻവർ ആഘോഷമാക്കി മാറ്റും. അതൊരു രാഷ്ട്രീയമായി PV അൻവറിന്റെ കരുത്ത് നൽകുന്ന ഒന്നായി മാറ്റും. അപ്പോൾ ആ സമ്മേളനമൊക്കെ കഴിഞ്ഞേ ഒരുപക്ഷെ തീരുമാനം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെ വേണം കണക്കാക്കാനല്ലേ? അരുൺ, അത്തരമൊരു സാധ്യത തള്ളിക്കളയുന്നില്ല. എന്നാൽ PV അൻവറും അദ്ദേഹം നടത്തുന്ന നീക്കങ്ങളെയൊക്കെ തീർത്തും അവഗണിക്കാൻ തന്നെയാണ് CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. കാരണം PV അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയതോടെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന കാര്യം വ്യക്തമായി എന്നാണ് പാർട്ടി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിഷയം പാർട്ടിയുടെ താഴെത്തലം മുതൽ ശക്തമായ പ്രചരണായുധമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ അൻവർ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ തെറ്റായൊരു സമീപനം, അതായത് ഇടതുമുന്നണിയുടെ കൂടാരത്തിൽ നിൽക്കുമ്പോൾ പാലിക്കേണ്ട അച്ചടക്കത്തിന് വിരുദ്ധമായൊരു സമീപനം സ്വീകരിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ പാർട്ടിയോ സർക്കാരോ തള്ളിക്കളഞ്ഞിട്ടില്ല. ആ കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അൻവർ വിരുദ്ധ സമീപനം എടുത്ത് പുറത്തു പോയിട്ടും ആ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ തുടർ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന രീതിയിലാണ് CPIMും സർക്കാരും ഇതിനെ അവതരിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അൻവറിൻ്റെ നീക്കങ്ങളെ CPIMോ സർക്കാരോ കണക്കിലെടുക്കുന്നില്ല. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതോടെ അൻവർ കളത്തിന് പുറത്തായിരിക്കുന്നു. അൻവറിൻ്റെ അജണ്ട എന്താണെന്ന് വ്യക്തമായിരിക്കുന്നു. അതായിരിക്കും CPIMൻ്റെ പ്രചരണത്തിൻ്റെ കുന്തമുന. ഓക്കെ ശ്രീജിത്ത്, നമുക്ക് കാത്തിരിക്കാം. റിപ്പോർട്ട് ഹോം സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ തീരുമാനം ഉണ്ടാകും എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. CP ശക്തമായ സമ്മർദ്ദമാണ് കേട്ടോ സർക്കാരിന് മേൽ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഒരു കാരണവശാലും ADGP ക്രമസമാധാന ചുമതലയിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം നാളെ രാഷ്ട്രീയമായി ഇത് പ്രതിപക്ഷം വലിയ ആയുധമാക്കി മാറ്റും. അങ്ങനെ വന്നാൽ CP നിശബ്ദമായിട്ടിരിക്കും എന്ന് പോലും CP പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ ഒരു കാരണവശാലും ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ പിന്തുണയ്ക്കാനില്ല എന്ന നിലപാടിലാണ് CPI നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ശബരിമലയിലെ അവലോകന യോഗത്തിൽ നിന്ന്
അജിത് കുമാറിനെ മാറ്റി നിർത്തിയത് ഇത്തരം നടപടി വരുന്നു എന്നതിൻ്റെ സൂചനയായി വേണം കണക്കിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ DGPയുടെ റിപ്പോർട്ട് ഹോം സെക്രട്ടറി വഴി മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തുമ്പോൾ ആ തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കും. PV അൻവർ പറഞ്ഞതുപോലെ രണ്ടാമത്തെ വിക്കറ്റ് ഇന്ന് തെറിക്കുമോ നാളെ തെറിക്കുമോ എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. നാളെ നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് അതുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ,